എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണക്ക ചിമ്മീൻ കൊണ്ട് ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ പ്രിപ്പറേഷൻ അല്ല, ചേച്ചിയുടെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുള്ളിക്കാരി ക്യാമറയുടെ മുന്നിൽ വന്നിട്ടില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഒരു 100 ഗ്രാം ചെമ്മീൻ ഉണ്ടാവും. പിന്നെ ഇത് ഉള്ളി 10-15 എണ്ണം. ഓക്കെ. പിന്നെ തേങ്ങ അരമുറി നാളികേരം. ഇത്രയും മതിയോ? വേറെ പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അത്രയും മതി. ഓക്കെ. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി അല്ലേ? ഉപ്പ് പാകത്തിന്. ചെമ്മീൻ കഴുകിയിട്ടുണ്ട്. തലയും വാലൊന്നും കളഞ്ഞില്ല അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. കടിച്ച് പിന്നെ നല്ലൊരു സുഖമായിരിക്കില്ലേ? അതെ, കടിച്ച് പിന്നെ നല്ല സുഖമായിരിക്കും. ഓക്കെ. മിക്സ് ചെയ്യാൻ പോവാണേ. ഓക്കെ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അതും നാളികേരവും ചെറിയുള്ളിയും ആഡ് ചെയ്യണം. ഞാൻ അതും കൂടെ ആഡ് ചെയ്യട്ടെ. ചെറിയുള്ളി ഇട്ടു. 10-15 വലിപ്പമുള്ള ചെറിയുള്ളി. ഇത് കുഴക്കുമ്പോൾ തന്നെ ഈ നാളികേരം ചെറിയുള്ളിൻ്റെ നല്ല മണം വരും. അതിൻ്റെ കൂടെ നാളികേരം ഇട്ട് എന്നിട്ട് നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കന്നെ ഉപ്പ് നോക്കും. ഞാൻ നോക്കും. കറക്റ്റാണോ? ഒരു നുള്ളിടാം നമുക്ക്. ഓക്കെ. ഒരു നുള്ളൂടെ ഇടുന്നുണ്ട്. ശരി. ഒരു നുള്ളൂടെ ഇട്ടിട്ട് ചിലപ്പോൾ വറുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഇല്ലെങ്കിലോ. അപ്പം ഞാനതെല്ലാം തിരുമ്മി വെച്ചു. ഇനി അടുത്ത പരിപാടി ഒന്നുമില്ല, അത് തിരുമ്മി വെച്ച് വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് ഒന്നും ചെയ്യണ്ട. അപ്പം തന്നെ വറുക്കാം. ഇപ്പം തന്നെ നമുക്ക് വറുത്തേക്കാം. പാനിലടുപ്പ് വെച്ചു. ഞാൻ പാനിൽ ചൂടാവട്ടെ അല്ലേ? ഇങ്ങനെ വെക്കാം. എന്നിട്ട് എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ഒഴിച്ചു. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. സൺഫ്ലവർ ഓയിൽ അതോ? സൺഫ്ലവർ ഓയിൽ. ഓക്കെ. വെളിച്ചെണ്ണ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏത് എണ്ണയും കുഴപ്പമൊന്നുമില്ല. ഞാൻ സൺഫ്ലവർ ഒഴിച്ചു മാത്രം. ഓക്കെ. എണ്ണ നല്ലോണം ചൂടാവട്ടെ. എണ്ണ ചൂടായില്ലേ? ചൂടായോ? എണ്ണ ചൂടായി. ഞാൻ എന്തിട്ടെ? ഇട്ടു. എണ്ണ ചൂടായി. ഇളക്കിയിട്ട് ചെറിയ തീയിലിട്ടിരിക്കണം. ചെറിയ തീയിലിട്ട് ചേച്ചി ഇത് പരീക്ഷിച്ച് നോക്കിയതാ അതോ ആരെങ്കിലും പറഞ്ഞെന്നാണോ? അല്ല, ഞാൻ നോക്കിയതന്നെ. പരീക്ഷിച്ച് നോക്കിയതന്നെ. എപ്പോഴും ഒരിക്കൽ കടയിൽ ഇതുപോലെ ഒരു ചെറിയ 5 രൂപയുടെ പാക്കറ്റിലേ ഞാൻ വെച്ചിരിക്കണം. അപ്പോൾ അതുപോലെ നമുക്കും ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊന്ന് ചെയ്തു. കടയിലോ വിൽക്കാനോ? 5 രൂപയുടെ ഒരു പാക്കറ്റിൽ ഇതുപോലെ കിട്ടും വറുത്തിട്ട്.
അച്ചാർ പൊതിയൊക്കെ പോലെ അല്ലേ? അപ്പം ഞങ്ങളൊന്ന് നോക്കി. പണ്ട് സ്കൂളിൽ കഞ്ഞി കുടിക്കുന്ന സമയത്ത് അച്ചാർ പൊതി വാങ്ങിച്ച് കഞ്ഞി കുടിക്കില്ലേ? അതൊരു ഇലയിൽ പൊതിഞ്ഞിട്ട് വരില്ലേ? അത് എന്തലയാണോ? പ്ലാച്ചി ഇല. അതെ, കവണ ഇല എന്നൊക്കെ ഓരോരുത്തർ പറയണേക്കാം. അതന്നെയാണ് ഈ വഴനി ഇല എന്ന് പറയുന്നത്. വഴനിയല്ല. ആ, ഓക്കെ ഓക്കെ. ഈ കോട്ടയം ആ ഭാഗത്തുള്ള ആളുകളൊക്കെ അതിനകത്ത് കുമ്പിളപ്പം ഉണ്ടാക്കാറുണ്ട്. എനിക്കൊരു ദിവസം കുമ്പിളപ്പം ഉണ്ടാക്കണം ഭയങ്കര ആഗ്രഹം, ചക്ക കൊണ്ട്. ഇതിങ്ങനെ ചിലപ്പോൾ ഇത് ഇങ്ങനെ വേവില്ലേ, അപ്പോൾ എണ്ണ തെളിഞ്ഞു വരും. ഓ, ചോറിനല്ലാണ്ട് വെറുതെ കഴിക്കാനത് നല്ല ടേസ്റ്റാണല്ലേ? വെറുതെ കഴിക്കാൻ ചോറിനാകുമ്പോൾ അതൊരു കറി ഇഷ്ടമുള്ള കാര്യമാണ്, ഒരു സൈഡ് ഡിഷായി. ഇനി ഇത് ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് നല്ലോണം തുറന്ന് വെച്ച് നമുക്കിങ്ങനെ കരിയാണ്ട് ഇങ്ങനെ ഇലക്കിലക്കി എടുക്കണമല്ലോ. ഇതൊരു ബ്രൗൺ കളറ് നിറവും. നല്ല മണം വരുന്നുണ്ടല്ലേ ഉള്ളിയുടെയും തേങ്ങയുടെ. അതെ അതെ, കൂടെ ചെമ്മീനും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ചുമ്മാ കഴിക്കൂല്ലേ? ഇത് ചാറൊക്കെ വെക്കില്ലേ, അതിനേക്കാളും ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത്. ചോറിൻ്റെ കൂടെ ഇങ്ങനെ പനഞ്ഞ് കഴിക്കാം. രസവും വെച്ച് ഇതും വെച്ച് സുഖമായിട്ട് കഴിക്കാം. ചേച്ചി നല്ലോണം രസം വെക്കും. പക്ഷെ എന്ത് രസം അത്രയ്ക്ക് രസിക്കുന്നുള്ളത് അറിയില്ല. അതിനെന്താ, ഒരു ദിവസം നമുക്ക് വെച്ച് നോക്കാമേ. ഞാൻ കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, വറമുളക് എല്ലാം കൂടി മിക്സിയിലിട്ടടി, എന്നിട്ട് കായും പൊരിച്ച് വെച്ചത് ഉലുവി. ചിലപ്പോൾ മടി കാരണം ഉലുവ പൊരിക്കുന്നില്ല, കായ മാത്രം പൊരിച്ചിട്ടും ഉലുവ താളിക്കുമ്പോഴും എന്നിട്ട് അങ്ങോട്ട് പുളി ഇട്ടൊഴിക്കും, തക്കാളി വഴിട്ടും പുളി ഒഴിച്ചിട്ട് ഇട്ട വെക്കലും. മല്ലിയിലേക്ക് ഇടുമോ? മല്ലിയിലും കറിവേപ്പില ഇടും. രസവും നല്ല രസമാണല്ലോ അത്. ഒരു ദിവസം നമുക്ക് വെക്കാം. ഇപ്പൊ കളറൊക്കെ ഒന്ന് മാറുന്നുണ്ടല്ലേ, നല്ല ബ്രൗൺ കളർ വരുന്നുണ്ട്. ഓ, ഇതുപോലെ കരിഞ്ഞ പോലെ ഉണ്ടാകും. മതിയാക്കാന്നോ? ഓക്കെ. എവിടെ ശകലം മണ്ണെടുത്ത് കഴിക്കുവാണേ. ആയി, സൂപ്പർ, അടിപൊളി. വെറുതെ തിന്നാൻ തന്നെ നല്ല ഒരു ടേസ്റ്റ്. ഓഫ് ചെയ്യാന്നോ? വാ, ഇതിൻ്റെ ആ നാളികേരം ഉള്ളിയും. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റെഡി ആയി കഴിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സൂപ്പർ. ചുമ്മാ കഴിക്കാനേ നല്ല ടേസ്റ്റ് ഉണ്ടേ. എനിക്കിത് ചുമ്മാ തിന്നോണ്ടിരിക്കണം തന്നെ തോന്നുന്നു. അടിപൊളി. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. തലയോ വാലോ അങ്ങനെ ഒന്നും കളയേണ്ട ആവശ്യമില്ല, അങ്ങനെ അങ്ങ് എടുത്ത് ചെയ്യാം. സൂപ്പർ.